നമസ്കാരം, സമഗ്രയിലേക്ക് സ്വാഗതം. സർക്കാർ ഫണ്ട് ഉപയോഗിച്ച് നടപ്പാക്കുന്ന പദ്ധതികൾ കാലാകാലങ്ങളിൽ നിലനിർത്താൻ ജനകീയ ഇടപെടൽ ഉണ്ടാകണമെന്ന് സ്പീക്കർ അഡ്വക്കേറ്റ് എ എൻ ഷംസീർ. വിദ്യാർത്ഥികളും പൊതുജനങ്ങളും ഈ ഉത്തരവാദിത്വം ഏറ്റെടുക്കണമെന്നും സ്പീക്കർ. സർക്കാർ ഫണ്ട് ഉപയോഗിച്ച് നടപ്പിലാക്കുന്ന പദ്ധതികൾ കാലാകാലം നിലനിർത്താൻ ജനകീയ ഇടപെടൽ ആവശ്യമാണെന്ന് അഡ്വക്കേറ്റ് എ എം ഷംസീർ. നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് എ എം ഷംസീർ MLA ആസ്തി വികസന ഫണ്ടിൽ നിന്ന് ₹1 കോടി ചെലവിൽ നിർമ്മിക്കുന്ന കതിരൂർ ടൗൺ സൗന്ദര്യവൽക്കരണ പ്രവൃത്തി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ നഗരത്തിന്റെ അല്ലെങ്കിൽ ടൗണിന്റെ മുഖം മാറും. ടൗണിന്റെ മുഖം മാറുമ്പം അത് നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റണം. നമ്മുടെ പ്രശ്നം എന്താ? നമ്മൾ കോടിക്കണക്കിന് രൂപ കൊണ്ട് ചെലവ് ചെയ്യും, ഒരു പദ്ധതി നടപ്പിലാക്കും. ഒരു 4-5 മാസം കഴിയുമ്പോൾ ഈ പദ്ധതി ഇങ്ങനെ ഒരു പദ്ധതി നടപ്പിലാക്കിയോ എന്ന സംശയമായിരിക്കും നമുക്ക്. ഇത് ജനങ്ങളുടെ നികുതി പണമാണ്, സർക്കാരിൻ്റെ ഫണ്ടാണ്. ആ സർക്കാരിൻ്റെ ഫണ്ട് ഇറക്കി വികസനം നടത്തുമ്പം ആ വികസനം നടപ്പിലാക്കിയ പദ്ധതി എല്ലാ കാലത്തും ഒരുപോലെ സംരക്ഷിക്കപ്പെടേണ്ടത് ഈ നാടിൻ്റെ ഉത്തരവാദിത്തമാണ്. ഒരു വൺ ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് മാത്രമേ നമുക്ക് നടത്താൻ പറ്റൂ. അത് പഞ്ചായത്ത് ആവട്ടെ, ഗവൺമെൻറ് ആവട്ടെ, ആസ്തി വികസന ഫണ്ടാവട്ടെ, അത് വൺ ടൈം ഇൻവെസ്റ്റ്മെൻറ്റാണ്. ആ വൺ ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് കഴിഞ്ഞാൽ പിന്നെ ഇതാറ് കെയർ ചെയ്യും? അതാണ് പ്രശ്നം. ഇതിൻ്റെ മെയിൻ്റനൻസ് ആര് നടത്തും? അത് പഞ്ചായത്ത് നടത്തുമായിരിക്കും. പക്ഷേ ഇത് നിലനിർത്തിക്കൊണ്ടു പോകേണ്ടത് ഇവിടുത്തെ ആളുകളുടെ ആവശ്യമാണ്. കതിരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP സുനിൽ അധ്യക്ഷത വഹിച്ചു. കതിരൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികളും ഹരിതകർമ്മ സേനാംഗങ്ങളും ചേർന്ന് തയ്യാറാക്കിയ LED ബൾബ് വിതരണം ജില്ലാ പഞ്ചായത്ത് അംഗം മുഹമ്മദ് അഫ്സാൻ നിർവഹിച്ചു. ഫാദിൽ ഗ്രൂപ്പ് ചെയർമാൻ അബ്ദുൾ ലത്തീഫ് കേസ് ഏറ്റുവാങ്ങി. ഹരിതഭവന സർട്ടിഫിക്കറ്റ് വിതരണം നവകേരളം കർമ്മ പദ്ധതി കണ്ണൂർ ജില്ലാ കോർഡിനേറ്റർ EK സോമശേഖരനും ഹരിത സ്ഥാപന സർട്ടിഫിക്കറ്റ് വിതരണം ശുചിത്വ മിഷൻ ജില്ലാ കോർഡിനേറ്റർ സുനിൽ കുമാറും നിർവഹിച്ചു. പരിപാടിയുടെ ഭാഗമായി കതിരൂർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികളുടെ ഫ്ലാഷ് മോബും പഞ്ചായത്തിലെ വനിതാ ജനപ്രതിനിധികളും ഹരിതകർമ്മ സേനാംഗങ്ങളും ചേർന്ന് മാലിന്യമുക്ത സന്ദേശമുയർത്തിയുള്ള ബോധവൽക്കരണ നാടകം നാട്ടുപൂച്ചിയും അരങ്ങേറി. പാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TT റംല, കതിരൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സനില P രാജ്, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ KP റംസീന, സംഘാടക സമിതി കൺവീനർ KV പവിത്രൻ, കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ശ്രീജിത്ത് ചോയാൻ, കുടുംബശ്രീ ചെയർപേഴ്സൺ A സംഗീത, പുത്തലത്ത് സുരേഷ് ബാബു, AV രാംദാസ്, KV രജീഷ്, പൊന്നം കൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു. കുറ്റകൃത്യമാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു. എനിക്ക് പരിപൂർണ ബോധ്യമുണ്ട്. അതിനാൽ ഞാൻ വലിച്ചെറിയില്ല. സമഗ്ര ന്യൂസ് തലശ്ശേരി.